ഹായ്. അപ്പോൾ ഇന്നുണ്ടല്ലോ നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ ഞാൻ വന്നേക്കുന്നത്. റമദാൻ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്കാണ്. നമുക്ക് ആദ്യം മുട്ട വേണം. അത് പുഴുങ്ങാനായി വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് ബ്രെഡ് ക്രംസ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ, മിക്സിയുടെ ജാറിലേക്ക് ഇട്ട്. എന്നിട്ട് അതിലേക്ക് തന്നെ ഞാൻ കുറച്ച് ഒരു 3 പച്ചമുളക് എടുക്കുന്നുണ്ട്. അതിലേക്ക് 2 or 3 ചെറിയുള്ളി എടുക്കാം കേട്ടോ. ഞാൻ ഒരു 4 എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഒരു കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു 2 പിടി തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ 2 പിടി മാത്രം മതി. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ നീരാണ് കേട്ടോ. ഒരു മുറി നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഒന്ന് ചമ്മന്തിയുടെ ഒരു പരുവൊക്കെ ആവുന്നത് പോലെ, ഈ ഒരു പരുവൊക്കെ ആവുന്നത് പോലെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഇത് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട 2ആയി കട്ട് ചെയ്യാം. എന്നിട്ട് അതിൽ നിന്ന് കുന്നി മാറ്റിയെടുക്കാം കേട്ടോ. കുന്നി നമ്മൾ മാറ്റി ഇനി ഈ ചമ്മന്തിയിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ കുന്നി മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ മാറ്റേണ്ടത്, കാരണം വെള്ളം പൊട്ടിപ്പോകാൻ പാടില്ല. അപ്പോൾ കുന്നി ഇതുപോലെ പയ്യെ പയ്യെ നമ്മൾ മാറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് ഈ ചമ്മന്തിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ പയ്യെ എടുത്താൽ മാത്രമായിട്ട് നമുക്ക് വെള്ളം പൊട്ടാതെ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് എല്ലാം തന്നെ ഇതുപോലെ കുന്നി മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ക്ഷമയോട് കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പൊട്ടാതെ കിട്ടും. എന്നിട്ട് നമുക്ക് ഈ കുന്നി ഫുള്ളായിട്ട് ഈ ചമ്മന്തിയിൽ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഉപ്പ് നമുക്ക് പാകത്തിനില്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യണത് ഈ മിക്സ് ചെയ്ത മിക്സ് ഈ മുട്ടയുടെ വെള്ളയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ പ്രസ് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒതുക്കി വെച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. ഞാനെല്ലാം തന്നെ ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ മുട്ട പുഴുങ്ങി കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കുന്നിയൊക്കെ പൊട്ടിപ്പോവാൻ, അതുപോലെ വെള്ളയൊക്കെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ സൂക്ഷിച്ച് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെ എല്ലാം തന്നെ ഞാൻ ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള സ്നാക്കാണ് കേട്ടോ. ഒട്ടും ബുദ്ധിമുട്ടില്ല. നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഞാനിവിടെ ഉണ്ടാക്കിയപ്പോൾ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെയും ചോദിച്ച് മേടിച്ച് കഴിച്ച ഒരു സ്നാക്കായിരുന്നു കേട്ടോ. നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. മുട്ടയുടെ ഉള്ളിൽ എല്ലാ ഫില്ലിങ്സും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് മുക്കാനായിട്ട് ഒരു ലിക്വിഡ് റെഡിയാക്കണം. അതിനായിട്ട് മുട്ട പൊട്ടിച്ചിട്ട് അത് മിക്സ് ചെയ്തെടുത്താലും മതി. പക്ഷേ എനിക്ക് മുട്ടയുടെ ഒരു സ്മെല്ല് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ മൈദയാണ് കേട്ടോ മുക്കിയെടുക്കുന്നത്. നമുക്ക് ബ്രെഡ് ക്രംസ് ഒന്ന് നമ്മുടെ ഈ മുട്ടയിൽ പിടിച്ചിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഈ മൈദയുടെ മിക്സിയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുന്നത്. അപ്പം നമ്മൾ മുക്കിയെടുക്കുമ്പോഴും കുറച്ച് ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ആ മിക്സൊന്നും ചാടിപ്പോകാൻ പാടില്ല. അതുപോലെ തന്നെ എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ വേണം കേട്ടോ നമ്മൾ മുക്കിയെടുക്കാനായിട്ട്. കാരണം എല്ലാ ഭാഗത്തും ആയിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ മുട്ട ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിത്തെറിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ബ്രെഡ് ക്രംസ് ഇതുപോലെ ശരിക്കും പിടിപ്പിച്ചെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള മിക്സ് ചാടിപ്പോവാനും പാടില്ല. അതുപോലെ നമ്മുടെ വെള്ളയൊന്നും പൊട്ടിപ്പോവാനും പാടില്ല കേട്ടോ. അപ്പോൾ നല്ലപോലെ സൂക്ഷിച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ എല്ലാം തന്നെ ഞാനിത് ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ നമ്മുടെ ബ്രെഡ് ക്രംസ് ഇതിലൊക്കെ പിടിക്കുകയും വേണം. അതിനായിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ ഇതുപോലെ ചുറ്റിലും ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ ഞാൻ ഇങ്ങനെ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഫ്രൈ പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാവാൻ വെക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കാം കേട്ടോ. നല്ല ബ്രൗൺ കളറാവുന്നവരെ തിരിച്ചു മറിച്ചും ഇട്ട് വേവിച്ചെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാ നോമ്പിനും നമ്മൾ ഇത് തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്, അതുപോലെ ഹെൽത്തിയുമാണല്ലോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ഭാഗം ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം എവിടെയെങ്കിലും ഈ ബ്രെഡ് ക്രംസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മുട്ട ആയതുകൊണ്ട് തന്നെ പൊട്ടിത്തെറിക്കും കേട്ടോ. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ തിരിച്ച് മറിച്ചുവിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ തിരിച്ച് മറിച്ചുവിട്ട് വേവിച്ചെടുക്കുക. എല്ലാ ഭാഗവും ഇതുപോലെ തിരിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ട്രിപ്പ് ഇട്ടത് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനൊരു പ്ലേറ്റിൻ്റെ മുകളിൽ ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷമാണ് കേട്ടോ മാറ്റി കൊടുക്കുന്നത്. കാരണം കുറച്ച് എണ്ണ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ മാറ്റി കൊടുക്കുന്നത്. ഇങ്ങനെ എല്ലാം തന്നെ മാറ്റിയെടുക്കുക. അതിന് ശേഷം ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ ഒരു മുട്ടയും കുറച്ച് സാധനങ്ങൾ മാത്രം മതി നമുക്കിങ്ങനെ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.